ഹായ്, എല്ലാവർക്കും സ്റ്റാർവേ ടാരൽ മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. ഇത് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. അതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് 2 പയലാണ് ചൂസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയൽ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു കാര്യം നോക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആകുന്നത് അത് മാത്രം എടുക്കുക, അല്ലാത്തതെല്ലാം വിട്ടു കളഞ്ഞേക്കുക. ഓക്കെ, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിതെപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ ഇത് വാലിഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പയൽ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് പയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന ഈസ് ഓഫ് വാൻസ്, ക്യൂൻ ഓഫ് സ്വോർഡ്സ്, കിങ് ഓഫ് വാൻസ്, 7 ഓഫ് പെൻറ്റക്കിൾ, 6 ഓഫ് കപ്സ്, 8 ഓഫ് സ്വോർഡ്സ്, 4 ഓഫ് പെൻറ്റക്കിൾ ആൻഡ് ഫൈനൽ നൈറ്റ് ഓഫ് കപ്സ് ആണ്. നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് 2 ഓഫ് വാൻസ് ആണ്. ഇവിടെ ആദ്യം തന്നെ ഒരു തേർഡ് പാർട്ടി എനർജി കിട്ടുന്നുണ്ട്, എസ്പെഷ്യലി ഒരു ഫീമെയിൽ. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മയാകാം, അല്ലെങ്കിൽ സിസ്റ്റർ ആകാം. ആരാണേലും മെയിനായി ഒരു ലേഡിയുടെ എനർജിയാണ് കിട്ടുന്നത്. ഒരു പക്ഷേ മറ്റേതെങ്കിലും ഒരു പേഴ്സണും ആകാം കേട്ടോ. അവർ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്നു. അതിനാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കറൻറ്റ്ലി ഒരു സെപ്പറേഷനിലൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും ലെസ് കോണ്ടാക്റ്റിലാണ് എന്ന എനർജിയാണ് കിട്ടുന്നത്. കൂടുതലും ഒരു സെപ്പറേഷൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് വേണമെങ്കിൽ ആ ഒരു കൺട്രോളിൽ നിന്ന് പുറത്ത് വരാവുന്നതേ ഉള്ളൂ. ബട്ട് ഇപ്പോൾ അവർ വിചാരിക്കുന്നത് അവർക്ക് കഴിയില്ല, അവർ പെട്ടുപോയി എന്ന ഒരു രീതിയിലാണ്. ബിക്കോസ് നമുക്ക് 8 ഓഫ് സ്വോർഡ്സ് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്ത് വരാവുന്നതേ ഉള്ളൂ. ബട്ട് ആൾക്ക് അത് മനസ്സിലാവാതെ ഒരു ഇല്യൂഷനിൽ നിൽക്കുന്ന പോലെയാണ് എനർജി കിട്ടുന്നത്. ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട്. അതിനുവേണ്ടി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരെയും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു. അതായത് വളരെ പ്രാക്ടിക്കലാണ് ആള്. ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ അവരിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കാര്യം തൽക്കാലം സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതായിട്ടും കാണുന്നു. ഒരുപക്ഷെ കരിയറൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് വീട്ടുകാരെ കൺവിൻസ് ചെയ്ത ശേഷം നിങ്ങൾ കരിയറിലേക്ക് തിരികെ വരാനായിരിക്കാം. എന്തായാലും ഇപ്പോൾ ആൾ അവരിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്താണോ അതിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. പാസ്റ്റിലേക്ക് തിരിഞ്ഞ് നോക്കാനായിട്ട് പോലും ആഗ്രഹിക്കാത്ത ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നു. ഇതൊക്കെ ആണെങ്കിലും നിങ്ങളുമായിട്ട് ഒരു ന്യൂ സ്റ്റാർട്ട് വേണമെന്നും അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെക്കുറിച്ച് മറക്കാൻ പറ്റാത്ത മെമ്മറീസ് ഉള്ളതായിട്ടും കാണിക്കുന്നു. നൊസ്റ്റാൾജിയ ഉള്ളതായിട്ട് കാണിക്കുന്നു. അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം ഓടി വരണമെന്നും അവർ ആഗ്രഹിക്കുന്നു. സോ ഈ പയൽ ചൂസ് ചെയ്തവർ നിലവിലൊരു സെപ്പറേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പേഴ്സൺ ഓൺ ദ വേ ആണ്. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. എന്നാലും നിങ്ങൾക്കുള്ള ആ ഒരു കപ്പുമായി നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട് എന്നാണ് കാണിച്ച് വ്യക്തമാക്കുന്നത്. അതുപോലെ ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് 2 ഓഫ് വാൻസ് ആണ്. അവർക്ക് അതിനെക്കുറിച്ചൊരു പ്ലാൻ ഉള്ളതായിട്ട് കാണിക്കുന്നു. അവർ പ്ലാനിങ്ങിനനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. എടുത്തു ചാടി ഒന്നും ചെയ്യുന്ന ആളല്ല. സോ ആ ഒരു പേഴ്സൺ കുറച്ച് ടൈം എടുത്താലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എന്നാണ് കാണിക്കുന്നത്. അതുതന്നെയാണ് ആളുടെ കറണ്ട് എനർജിയിലും. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് 18 എന്ന് പറഞ്ഞ ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം, അവരുടെ ആയിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ലെറ്റർ N കിട്ടിയിട്ടുണ്ട്. തിരുവോണം നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. അതുപോലെ 6 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. Y എന്ന് പറയുന്ന ലെറ്റർ കിട്ടിയിട്ടുണ്ട്. 30 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വയസ്സായിരിക്കാം. ഓക്കെ, ഫുൾ മൂൺ ഡേ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിട്ട് കാണിക്കുന്നു. ഓക്കെ, ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അതുപോലെ ലെറ്റർ U കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ്. താങ്ക് യു. ഓക്കെ, സെക്കൻഡ് പയലിൽ കിട്ടിയിരിക്കുന്നത് 5 ഓഫ് വാൻസ്, 5 ഓഫ് പെൻറ്റക്കിൾ, 6 ഓഫ് കപ്പ്, വേൾഡ് കാർഡ്, 5 ഓഫ് സ്വോർഡ്സ്, ഹെർമിറ്റ്, ഡെവിൾ കാർഡ്, അതുപോലെ സ്ട്രെങ്ത്. ഓക്കെ, ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾ ആണ്. ഇവിടെ ആദ്യം തന്നെ കുറച്ച് പേർക്ക് ഇതൊരു കാർമിക് റിലേഷൻഷിപ്പായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു വന്നത് മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ലെസൺ ലേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇത് പാസ്റ്റ് ലൈഫിലെ കർമ്മയെ ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നു. അതുപോലെ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ കാണിക്കുന്നു. ഫസ്റ്റ് പയലിന് ചെറിയ തോതിലായിരുന്നുവെങ്കിൽ ഈ പയലിന് 80% ആൾക്കാർക്കും ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ കാണിക്കുന്നു. ബിക്കോസ് 5 ഓഫ് പെൻറ്റക്കിൾ കാണിക്കുന്നുണ്ട്. സോ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ സ്ട്രഗിളിനെയാണ്, പൈസയ്ക്കുള്ള ബുദ്ധിമുട്ടിനെയാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കാം, റിച്ച് ആയിരിക്കാം. സോ നിങ്ങൾ അവരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരു കാര്യം ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ലെങ്കിൽ ഫസ്റ്റ് പയൽ വാച്ച് ചെയ്യുക.
ഇവിടെ സ്ട്രോങ് ആയിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നു. അതുപോലെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒക്കെ കാണിക്കുന്നു. ഒരുപക്ഷെ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആക്കിയിരിക്കാം. എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ അരികിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് കാണിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ആണ് കാണിക്കുന്നത്. ആൾക്ക് നല്ല രീതിയിലുള്ള സമാധാനമില്ലായ്മ ഒക്കെ കാണിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ഒരു മാനിപ്പുലേറ്റീവ് എനർജിയിലുള്ള ആളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ആളുടെ എനർജി ഇവിടെ മാറി മാറി വരുന്നതായിട്ടും കാണിക്കുന്നു. ബിക്കോസ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്കുണ്ട്. ആ സമയം അവർക്കൊരു റിഗ്രറ്റീവ് ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് അറ്റ് എ ടൈം പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു എനർജി മാറുന്നതായിട്ട് കാണിക്കുന്നു ബിക്കോസ് ഓഫ് ദിസ് ബ്ലാക്ക് മാജിക് എഫക്റ്റ്. അതുപോലെ ഇവിടെ നല്ല രീതിയിലുള്ള തടസ്സം വന്ന് കിടക്കുന്നതായിട്ടും കാണിക്കുന്നു. കാരണം നിങ്ങളുടെ ചിന്ത അവർക്ക് വരുമ്പോഴേക്കും എന്തോ ഒന്ന് അത് ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. സോ നിങ്ങൾ സ്പിരിച്വലി നല്ല രീതിയിൽ കണക്റ്റ് ആയാൽ മാത്രമേ ഈ തടസ്സമൊക്കെ മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിലും തേർഡ് പാർട്ടിയുടെ എനർജിയുടെ ഒരു പടി മുകളിലെങ്കിലും നിങ്ങളുടെ എനർജി വരികയുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു നെഗറ്റീവ് എനർജി നിന്ന് വെളിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അവർക്ക് ആ ഒരു സ്ട്രെങ്ത് കൊടുക്കേണ്ടത് നിങ്ങളാണെന്നാണ് കാണിക്കുന്നത്. അവരെ തിരികെ കൊണ്ടുവരണമെങ്കിൽ നല്ല രീതിയിൽ സ്പിരിച്വലി കണക്റ്റ് ആകുക, മാനിഫെസ്റ്റ് ചെയ്യുക, സ്വന്തം കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക. ഇനി അവർ വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അതുപോലെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നു. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോയ ഒരു റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ കറണ്ട് എനർജി കോൺഫ്ലിക്റ്റ് ആണ് കാണിക്കുന്നത്. തിരികെ വരുന്ന കാര്യം ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നില്ല. ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതായിട്ട് കാണിക്കുന്നു. സോ നിങ്ങൾ ഈശ്വരവിശ്വാസം വർദ്ധിപ്പിക്കുക കേട്ടോ. ബിക്കോസ് ഒരുപാട് തടസ്സം മുന്നേ ഉള്ളതായിട്ട് കാണിക്കുന്നത്. നമുക്കിവിടെ കുറച്ച് ക്ലോസും കാര്യങ്ങളും എടുക്കാം. ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് 25 എന്ന് പറയുന്ന ഡേറ്റ് ആണ്, അല്ലെങ്കിൽ ഏജ് ആയിരിക്കാം. തൃക്കേട്ട എന്ന് പറയുന്ന നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. അടുത്ത ഉത്രട്ടാതി എന്ന് പറയുന്ന നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. അടുത്ത 13 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഓക്കെ, മെയ് മാസം കിട്ടിയിട്ടുണ്ട്. ബ്രൗൺ കളറ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിരിക്കാം, അല്ലെ അവർക്ക് ഫേവറേറ്റ് ആയിരിക്കാം. ഓക്കെ, ലെറ്റർ ഇ കിട്ടിയിട്ടുണ്ട്. കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഒരു ലെറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് പിങ്ക് എന്ന് പറയുന്ന കളർ കിട്ടിയിട്ടുണ്ട്, ഫേവറേറ്റ് കളറായിരിക്കാം. അതുപോലെ റെഡും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.